ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ NS വേൾഡ്. അപ്പം നമുക്കേ ഉച്ചക്കത്തെ ഫുഡിന് എന്തെല്ലാം ഉണ്ടാക്കണമെന്നുള്ളൊരു വീഡിയോ ഉണ്ടല്ലോ. എൻ്റെ വീടിൻ്റെ ബാക്കിൽ ചെറുചേമ്പ് നട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ചെറുതായിട്ട് വിത്തുകളൊക്കെ ഉണ്ടായിക്കൊണ്ട് പറഞ്ഞിട്ട് അത് പറിച്ചെടുക്കാൻ കേട്ടോ. എന്നാൽ അതുകൊണ്ട് കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് പറിച്ചെടുത്ത് നോക്കുമ്പോഴേ കുറച്ചൊക്കെ വിത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂടി ഇടാൻ വേണ്ടി ഒരു പപ്പായം കൂടി പറിക്കാൻ വേണ്ടി തറവാട് വീട് വരെ ഒന്ന് പോയിട്ടോ. ചെന്ന് നോക്കുമ്പോഴേ ടേബിൾ മണ്ട് ഇളാപ്പാൻ്റെ മോള് ഇവിടെ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച ഫോട്ടോസുകൾ കേട്ടോ. അപ്പം ജസ്റ്റ് കണ്ടപ്പോൾ വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാൻ പപ്പായൊക്കെ പറിച്ച് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം കേട്ടോ. ഇനി ഞാനിതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കട്ടെ കേട്ടോ. ഞാനിതെല്ലാം ഒന്ന് നന്നാക്കി വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഉമ്മ മീനിന് മസാല പുരട്ടി വെച്ചിരുന്നു കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ച പപ്പായയും ചെറിയമ്പൂ ഒന്ന് വിസിലടുപ്പിച്ചെടുക്കാൻ വേണ്ടി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വിസിലടുപ്പിച്ചെടുക്കണേ. ഇതങ്ങനെ അവിടെ കടന്ന് വിസിലടിക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് മസാല പുരട്ടി വെച്ച മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ മീൻ തന്നെ ഫ്രൈ ചെയ്തെടുത്തപ്പോഴേക്കും ചെറുചേമ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മോരും കുറച്ച് പുളിയും കൂടി ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുത്തിട്ടോ. ഇനി നമുക്കതൊന്ന് കടുക് വറുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചേമ്പിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ചോറ് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ചെറുചേമ്പിൻ്റെ കറിയും നല്ല ചെമ്പല്ലി മീൻ പൊരിച്ചതും പപ്പടമാണ് കേട്ടോ ഇന്നത്തെ ഫുഡ്. ഇനി നമുക്ക് ചോറിലേക്ക് കുറച്ച് കറി ഒഴിക്കാം കേട്ടോ. അതിൻ്റെ സൈഡിലായി മീൻ വെച്ച് കൊടുക്കാം. പപ്പടം കൂടി ഒന്ന് സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട അച്ചാറില്ലാതെ എങ്ങനെയല്ലേ, അച്ചാറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഇനി നമുക്ക് ചോറും കറിയും കൂടി ഒന്ന് കുഴച്ച് ഒരു പപ്പടത്തിൻ്റെ ഒരു പീസും മീനിൻ്റെ ഒരു പീസും മാങ്ങ അച്ചാറും കൂട്ടി കുഴച്ച് ഫുഡാണ് കഴിക്കാം കേട്ടോ. ആഹാ എന്താ ടേസ്റ്റില്ലേ. അപ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ബായ്.